ഞാൻ സോഫിയ, തെക്കേക്കരേന്നാ. ഇന്നലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഇവിടുത്തെ വണ്ടിയില് ബസ് മുട്ടിയിട്ട്. ചെറിയ പ്രശ്നമൊന്നും അല്ലത്. അറിയാം. എന്തേലും ഒരു കാരണത്തിന് യൂണിയൻകാർ കാത്തിരിക്കുമ്പോഴാ അവരിതിൽ ഇടപെട്ട കാര്യം നമ്മുടെ കൈവിട്ടു പോവും. അതിന് ഞാനിപ്പോ എന്നാ ചെയ്യണമെന്നാ? ഇതൊരു വലിയ ഇഷ്യൂ ആകാണ്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ. മലയാളത്തിൽ പറ. വണ്ടിയുടെ നഷ്ടം എന്താന്ന് വെച്ചാ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടി. അത് ഇത്ര വലിയ കാര്യമാക്കണോ? ആഹാ, പിന്നെ നീ ഇന്നലെ അതിന്റെ ഏതാണ്ട് കുന്ത്രാണ്ടം പൊട്ടിയെന്നോ എണ്ണ ചോരുന്നെന്നോ ഒക്കെ പറഞ്ഞത്? ചെറിയൊരു ലീക്ക്. അത് നമുക്ക് അടയ്ക്കാവുന്നല്ലേ ഉള്ളൂ വെലുമിറ്റി. അതിന് ഒത്തിരിയും കാശാവുന്ന നീ ഇന്നലെ പറഞ്ഞില്ലേ? അതുകൊണ്ട് പറഞ്ഞോട്. പിന്നെ ലൈറ്റിന്റെ ഒക്കെ ഒരു 6,350 രൂപ. സാരല്ല, കാശ് ഞാൻ തരാം. എന്താ പേര്? ബെന്നി. പേര് വെച്ചിട്ടാ. താങ്ക്സ്. ബെന്നിക്കുട്ടി, ഞാൻ നോക്കിട്ടേ ഇല്ല. കിട്ടി, കംപ്ലീറ്റ് വിവരങ്ങൾ കിട്ടി. പറയാം. കുറച്ച് വെള്ളം ചേർത്ത് കഴിക്കേ. ചേർത്ത് വെച്ചിരിക്കുക. അതെ, പോയ കാര്യം എന്തായി? തൂങ്ങാമ്പാറയിൽ 50 ഏക്കർ കുരുമുളക്, തൂക്കണാകുന്നിൽ കാപ്പി 350 ഏക്കർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 5-6 ഹോട്ടലുകൾ, അടിമാലിയിൽ ഒരു ബാറ്, പിന്നെ ഒരു 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, ടാറ്റ എസ്റ്റേറ്റ്. പെണ്ണിന്റെ കാര്യം എന്താ പറയാ? പറയാം. പെണ്ണിന്റെ പേര് സോഫിയ. പെണ്ണിന് അപ്പനില്ല, അയ്യോ അമ്മയും. അയ്യോ. പിന്നെ പിന്നുള്ളത് ആകപ്പാട് ഒരു ചേട്ടത്തി, നല്ല തണ്ടും തടിയുമുള്ള 2 ആങ്ങളമാരും. അവരുടെ കയ്യിലെങ്ങാനും ചെന്ന് കിട്ടിയ ഒന്ന് കാണാൻ പറ്റുമോ? കാണുകയോ പൊടി പോലും വെച്ചേക്കൂല. അതല്ലോ, പെണ്ണിനൊന്ന് കാണാൻ പറ്റുമെന്ന്. എന്നത് അത് പറ്റും. എങ്ങനെ? അതിനൊരു വഴിയുണ്ട്. ഈ ഡാൻസ് സ്കൂൾ എവിടെ കണ്ടു? നല്ല പരിചയമുണ്ടല്ലോ. ബാംഗ്ലൂർ ഉണ്ടായിരുന്നോ? ബെന്നിയല്ലേ? ഓ ഗാഡ്, എന്റെ പേരും അറിയോ? എനിക്കാദ്യം പിടികിട്ടിയില്ല. കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നൃത്തം പഠിക്കുക. ആഹാ, ഇറ്റ്സ് ക്വൈറ്റ് സർപ്രൈസ് ടു ബി വെരി ഫ്രാങ്ക്. ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് കണ്ടപ്പോ തോന്നിയതേ ഇല്ല. കുട്ടിക്കാലം തൊട്ടേ നൃത്തം എന്റെയും ഒരു വീക്ക്നെസ് ആയിരുന്നു. പഠിക്കണമെന്നും പറഞ്ഞ് വീട്ടുകാരോട് ഒത്തിരി വാശിയും ബഹളമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ് അവരെ സ്കൂളിലേക്ക് തള്ളിവിടുമായിരുന്നു. അവരുടെയൊക്കെ മനസ്സില് വെള്ള കോട്ടുമിട്ട് കഴുത്തിൽ ടെലസ്കോപ്പ് മണിഞ്ഞ ഡോക്ടർ ബെന്നിക്കുട്ടിയായിരുന്നു. ഈ ചിലങ്കയുടെ മഹാത്മത്തെ കുറിച്ച് അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ജനറേഷൻ ഗ്യാപ്പേ. ഇനിയിപ്പോ ഒന്ന് കൊടുത്താലോ, അല്ല പഠിച്ചാലോ എന്ന് ആലോചിക്കാ. അപ്പോ ഡോക്ടർ പണി വേണ്ടെന്നാണോ? അല്ല, ഞാൻ ഡോക്ടറാണെന്ന് കുട്ടിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ കറ ശരിയാ, ഞാനത് ഓർത്തില്ല. ഡോക്ടർ പണി വേണ്ടാന്നല്ല, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായാൽ അത് നുള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അയ്യോ, ഇതാരാ? മോളിന്ന് വീണാന്നാ തോന്നണേ. അത് പോട്ടെ. സോഫിയക്ക് അറിയാമോ, മെഡിക്കൽ കോളേജിലെ അനാട്ടമി ലാബിനുള്ളിൽ മനുഷ്യഹൃദയവും തലച്ചോറും ഒക്കെ കീറി മുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നന്ദികേശന്റെ അങ്ങനെ പലതുമായിരുന്നു. ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു കലാകാരന്റെ മനസ്സിപ്പോ സട കുടഞ്ഞെണീറ്റ് സോഫി. സോഫിന്റെ നിന്ന് വിളിക്കാൻ കാർ ഇവിടെ വരും. ചിലപ്പോ കാർ ലേറ്റ് ആയാലോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ബെന്നി പോയിക്കോളൂ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. അപ്പോ ഡാൻസ് സ്കൂളിൽ പോണ്ടേ? ഓ, എന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. വേറെ കാര്യം, ഫസ്റ്റ് ഡ്രോപ്പ് ദെൻ ഡാൻസ്. വരൂ പ്ലീസ്. ഒന്നും പറയണ്ട പ്ലീസ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസമേ ഉറക്കം വരില്ല. എന്താന്നറിയില്ല. വേറൊന്നും ഞാൻ നിർബന്ധിക്കില്ല. ഒറ്റ ഐസ്ക്രീം പ്ലീസ്. വീട്ടേ, മുതലാളിയുടെ പെങ്ങള് വന്ന് അങ്ങോട്ട് ചെല്ല്. അവിടെ ഇരിക്കാം. അതിലൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. വെറുതെ കസ്റ്റമേഴ്സിന് വരട്ടാനുള്ള നമ്പർ അല്ലേ ഇതൊക്കെ.
ഇത് ഇവിടം വരെ എത്തിയ ഇത് അസ്ഥി പിടിച്ച ലക്ഷണമാണ്. സോറി, മാറി. ബില്ലുണ്ട്. വേണ്ട സർ. അല്ല വേണ്ട സർ. കണ്ടില്ലേ, ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു കടയിൽ കയറി സാധനം വാങ്ങാൻ പറ്റത്തില്ല, ഒരു തിയേറ്ററിൽ കയറി സിനിമ കാണാൻ പറ്റത്തില്ല. കാശ് വാങ്ങില്ലെന്നേ. അല്ല, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഗത്ഭനായ ഒരു ഡോക്ടറോട് നാട്ടുകാർക്കുണ്ടാവുന്ന ബഹുമാനം ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇതിന്റെ ഓണർ അപ്പച്ചന്റെ ഒരു ഫ്രണ്ടാ. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഗ്യാസ്, ഷുഗർ, പ്രഷർ, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ, ഓർക്ക പറയാൻ കൊള്ളില്ല, പൈൽസേ. സകല വൃത്തികെട്ട അസുഖങ്ങളുള്ള പണക്കാരനായ ഒരു മനുഷ്യൻ. ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റില്ല. നമുക്ക് ഇറങ്ങാം. ആ, എന്താ ചേട്ടാ കാശ് വേണ്ടെന്ന് പറഞ്ഞ? അത് പിന്നെ മുതലാളിയുടെ പെങ്ങടയിൽ നിന്ന് കാശ് വാങ്ങാൻ പറ്റുമോ സർ? സോഫി, ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചല്ലേ? എങ്ങനെയുണ്ട് എന്റെ തമാശ? ഇനിയും തന്റെ ബെന്നിക്കുട്ടി, വാതിൽ തുറക്കടാ. ഇല്ല, ഞാൻ തുറക്കത്തില്ല. എടാ, വല്യമ്മച്ചാ വിളിക്കുന്നത്. വാതിൽ തുറക്കും മോനെ. ഇന്നലെ കാലത്ത് മുതൽ ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടില്ല. ആരോടുള്ള വാശിക്കാ നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ? അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. വല്യമ്മച്ച് പോയി ചോദിച്ചാ അവര് സമ്മതിക്കും. സോഫിയ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിലൊരു തീരുമാനമാവാതെ ഒരു സാധനം ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കത്തൂല്ല. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാ. അറിയാറോ, സലാഡില്ലേ? സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങ് പുറത്തു വാ മോനെ. സലാഡല്ല, സലോമി. സലോമിയുടെയും ബിദോവിന്റെയും കഥകൾ അമ്മച്ചു വായിച്ചിട്ടില്ലേ? അനശ്വര പ്രേമത്തിന്റെയും അടങ്ങാത്ത നൊമ്പരത്തിന്റെയും മക്കിടോ ഉദാഹരണങ്ങളാണ് അവർ. വെറുതെ മനക്കോട്ട കെട്ടത്തേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ വേറെ ആരെയും കിട്ടിയില്ല അവന്. നടക്കുകയല്ല വെന്നിക്കുട്ടിയെ, നടക്കുകയല്ല. എന്നാ വാതില് തുറക്കുകയല്ല വല്യമ്മച്ചി, തുറക്കുകയല്ല. അമ്മച്ചെങ്കിലും എന്റെ ഹൃദയവേദന ഒന്ന് മനസ്സിലാക്കണം. ഇന്ദുമേനോന്റെ ചന്തുലേഖയുടെ ഗതി അമ്മച്ചിക്ക് അറിയാലോ. റോമിയോ ആൻഡ് ജൂലിയറ്റിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഷാജഹാനെയും നൂർജഹാനെയും കുറിച്ച് കേട്ടിട്ടില്ലേ? പക്ഷേ എന്റെ വല്യമ്മച്ചി അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. പ്രേമ സാബല്യത്തിന് വേണ്ടി പടപൊരുതിയ ജീവൻ ത്യജിച്ച വീര യോദ്ധാക്കൾ ഇവിടെ ഉണ്ടാവും. മൂന്ന് തലമുറകളായി ഈ കുടുംബത്തിൽ ഒരാള് പോലും ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവനൊരു മദ്യപാനി ആകരുതെന്ന് മാത്രം. മനസ്സുണ്ടായിട്ടല്ല. ഒരു ചടങ്ങിന് വേണ്ടിയിട്ടെങ്കിലും അവിടം വരെ ഒന്ന് ചെന്നേച്ചും വാ. പിന്നെ സംസാരിച്ചിരുന്ന വിഷയമങ്ങ് പോയി. വാസ്തവം പറഞ്ഞ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് നിങ്ങൾ വന്നു കയറുമ്പോഴാ അവളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നത് തന്നെ. ഒരു കണക്കിന് നോക്കിയാൽ ആലോചിക്കാനുള്ള സമയവുമായി. എന്നാലും എന്തേലും ഒന്ന് പറയുന്നതിന് മുമ്പ് അവളുടെ തീരുമാനം കൂടി ഒന്ന് അറിയണ്ടേ? മതി മതി, ഞങ്ങൾക്കൊരു ധൃതിയില്ല. മനസ്സിലൊരു തോന്നലുണ്ടായപ്പോ ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. കുട്ടിയെ ഒന്ന് കണ്ടത് മുതൽ അമ്മച്ചിക്ക് ഇത് മാത്രമുള്ളൊരു ചിന്ത. അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ തറവാട്ട് മഹിമ അല്ല, അതാണല്ലോ പ്രധാനം. എന്നാ പിന്നെ ഞങ്ങൾ ഇരിക്കുന്നില്ല, ആലോചിച്ച് വിവരറിയിച്ചാ ഓ, അങ്ങനെ ആവട്ടെ. അപ്പൊ ഞങ്ങളെന്നാ പോട്ടെ. ജോശാമ്മോ, വരട്ടെ. വാടി. ശരി. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ അവരങ്ങോട്ട് ഒന്ന് വരണം. നമ്മൾ വിളിക്കണം. ഇച്ചിരി കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് വല്ലതുമൊക്കെ തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞു വിടണം. നിങ്ങളിപ്പോ പറഞ്ഞ ലോഹിയല്ലേ, അത് തന്നെ. അങ്ങനെയൊക്കെ അടുപ്പുണ്ടാക്കിയെടുക്കുന്നത്. അയ്യോടി, എനിക്കത്രയും പോയില്ല. നീ വാ. പാർട്ടിയെ മനസ്സിലായില്ലയോടി? ഇല്ല. അലവലാദികള് മരത്തന്മാരാ. ഇടുക്കിയിലെങ്ങാണ്ടൊരു സായിപ്പിന്റെ തോട്ടത്തിൽ പണിക്കാരനായിരുന്നു ഇവന്റെ അപ്പൻ. ആ തള്ളയുടെ സാമർത്ഥ്യം കൊണ്ട് കുറെ തോട്ടവും വെട്ടിപ്പിടിച്ച് 10 പുത്തനും കൈക്കലാക്കി അമ്മയും മോനും കൂടി ഇങ്ങ് പോകുന്നു. ഇവിടെ വന്നൊരു പെരയൊക്കെ പണത് മഞ്ഞപ്പറയുന്നൊരു ബന്ധവും ഒപ്പിച്ചെടുക്കും. അതിലുണ്ടായ ചെറുക്കിന് വേണ്ടിയാ ഈ ആലോചന. പുത്തൻ മാത്രം പോരല്ലോ, സമൂഹത്തിലൊരു വിലയൊക്കെ വേണ്ടേ? ചെറുക്കനെ കർണാടകത്തിൽ അയച്ച് കാശ് കൊടുത്ത് പഠിപ്പിച്ച് ഡോക്ടറുമാക്കി.
എന്നാ പിന്നെ ഇത്തിരി റബ്ബറും ഏലവും കുരുമുളകും 10-20 ബസ്സും ഒക്കെ ഉള്ള വീട്ടിൽ നിന്നൊരു പെണ്ണിനെ ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ കർത്താവേ, ഒരു ചളിപ്പൂല്ലാതെ കയറി വന്നു എന്ന് ആലോചിക്കുമ്പോഴാ ചെറ്റകള്. ഛോ, വേണ്ടമേ, നമുക്ക് പോ. തമ്പാനെ, എന്തോ തെക്കേക്കരക്കാരോട് പോയി ചോദിക്ക്, അവരുടെ ബസ്സൊക്കെ കൊടുക്കുന്നോന്ന്. അതിന് നമ്മൾ ബസ്സൊന്നും വാങ്ങാൻ പോണില്ലല്ലോ. പറയുന്നത് അനുസരിച്ചാ മതി. ചെല്ലേ. ഇങ്ങോട്ട് വന്നു. ഞാനത് എന്നാണ്ട് കിടക്കുക. അമ്മച്ചോടെ തൊള്ള ഉറക്കുന്നു. ഒന്ന് അനങ്ങി ചെല്ലേ. ആ പിന്നെ ഞാൻ ആ ഷീറ്റൊക്കെ കോയമ്പത്തൂർ കഴിച്ചിട്ടേ വരത്തുള്ളൂ. കുറച്ച് ദിവസം താമസം വരും. കറങ്ങി നടക്കാതെ ഇവിടെയൊക്കെ തന്നെ കാണണം. ആ ഇങ്ങോട്ട് വന്നു. ആ കൊടയൊന്ന് മാറ്റിക്ക്. എന്തിനാ? ഒന്ന് മാറ്റണോ? എന്നാടു? അത് ഈ ഉരുണ്ട് വീണതാ. അല്ല, പിടിച്ചു തള്ളിയതാ. ആര്? തെക്കക്കരക്കാര്. തെക്കേക്കരക്കാര്? എന്നാത്തിന്? എന്റെ പൊന്ന് വിളിപ്പറ്റായ അമ്മച്ചിയുടെ വർത്തമാനം കേട്ടോണ്ട് ചാടി കയറി പുറപ്പെട്ടതിന്റെ ശിക്ഷ. അവിടുത്തെ ബസ്സുകളൊക്കെ കൊടുക്കുന്നോന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. ചോദിക്കേണ്ട താമസം കിട്ടി. പുറത്തിത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അകത്താ, വണ്ടി വർക്ക്ഷോപ്പിലാ. എന്റെ കർത്താവേ, അമ്മച്ചി ഇത് എന്നാത്തിന് പുറപ്പാടാ? അത് ആ കർത്താവിന് പോലും അറിയില്ല. എനിക്കൊന്നും കേക്കണ്ട.